വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. 2 ദിനവൃത്താന്തം 28-ാം അധ്യായം. തന്റെ ഭരണം ആരംഭിക്കുമ്പോൾ ആഹാസിന് 20 വയസ്സായിരുന്നു. അവൻ 16 വർഷം ജെറൂസലേമിൽ ഭരിച്ചു. എന്നാൽ അവൻ കർത്താവിന്റെ ദൃഷ്ടികളിൽ തന്റെ പിതാവായ ദാവീദിനെ പോലെ ശരിയായത് പ്രവർത്തിച്ചില്ല. അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ മാർഗത്തിൽ ചരിക്കുകയും ബാൽദേവന്മാരുടെ വിഗ്രഹങ്ങൾ വാർത്തുണ്ടാക്കുകയും ചെയ്തു. കൂടാതെ അവൻ ബെൻ ഹിന്നോം താഴ്വരയിൽ ധൂപമർപ്പിക്കുകയും ഇസ്രായേലിന്റെ മുൻപിൽ നിന്ന് കർത്താവ് തുരത്തിയ ജനതകളുടെ മ്ലേച്ഛതകൾക്കനുസൃതം അവൻ സ്വപുത്രന്മാരെ അഗ്നിയിൽ ഹോമിക്കുകയും ചെയ്തു. പൂജാഗിരികളിലും മലകളിലും പച്ചമരം ഓരോന്നിന്റെയും ചുവട്ടിലും അവൻ ബലിയും ധൂപവും അർപ്പിച്ചു. അവന്റെ ദൈവമായ കർത്താവ് അവനെ ആരാം രാജാവിന്റെ കയ്യിൽ വിട്ടുകൊടുത്തു. അവർ അവനെ പ്രഹരിക്കുകയും അവരിൽ നിന്ന് വലിയൊരു ഗണം തടവുകാരെ ദമാസ്കസിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. കൂടാതെ അവൻ ഇസ്രായേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു. അയാൾ അവന് മാരകമായ പ്രഹരമേൽപ്പിക്കുകയും ചെയ്തു. റമാലിയായുടെ മകൻ പെക്കാഹ് യൂദായിൽ നിന്ന് 1,20,000 വരുന്ന ധീരയോദ്ധാക്കളെയെല്ലാം ഒറ്റ ദിവസം കൊണ്ട് വധിച്ചു. കാരണം അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ പരിത്യജിച്ചിരുന്നു. രാജപുത്രനായ മാസായെയും കൊട്ടാരം വിചാരിപ്പുകാരനായ അസ്രിക്കാമിനെയും ഭരണതലത്തിൽ രണ്ടാമനായ എൽഖാനയെയും സിക്രി എന്ന ധീരനായ ഒരു എഫ്രായിംകാരൻ വധിച്ചു. ഇസ്രായേലിയർ തങ്ങളുടെ സഹോദരങ്ങളിൽ നിന്ന് സ്ത്രീകളും പുത്രന്മാരും പുത്രിമാരുമായി 2,00,000 പേരെ തടവുകാരാക്കി. അവർ ധാരാളം വസ്തുക്കൾ അവരിൽ നിന്ന് കൊള്ളയടിക്കുകയും കൊള്ളവസ്തുക്കൾ സമരിയായിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. കർത്താവിന്റെ ഒരു പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്നു. ഒദേദ് എന്നായിരുന്നു അവന്റെ പേര്. അവൻ സമരിയായിലേക്ക് വന്ന സൈന്യത്തിന്റെ മുൻപിൽ ഇറങ്ങിച്ചെന്ന് അവരോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന്റെ ക്രോധം യൂദായുടെ മേൽ ഉള്ളതിനാലാണ് അവരെ അവിടുന്ന് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നത്. എന്നാൽ ആകാശത്തോളം എത്തിയ ക്രോധത്തോടെ നിങ്ങൾ അവരെ വധിച്ചു. ഇപ്പോഴാകട്ടെ നിങ്ങൾ ജെറൂസലേമിനെയും യൂദാ മക്കളെയും കീഴടക്കി അവരെ നിങ്ങൾക്ക് ദാസന്മാരും ദാസികളുമാക്കാമെന്ന് വിചാരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരെയുള്ള അകൃത്യങ്ങൾ നിങ്ങളുടെ പക്കലുമില്ലേ? ഇപ്പോൾ നിങ്ങൾ എന്നെ കേൾക്കുക. നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് നിങ്ങൾ തടവുകാരായി കൊണ്ടുവന്നവരെ തിരിച്ചയക്കുക. എന്തെന്നാൽ കർത്താവിന്റെ ഉഗ്രകോപം നിങ്ങളുടെ മേൽ വരുന്നു. യോഹന്നാന്റെ പുത്രൻ അസറിയ, മെഷിമെല്ലോമോത്തിന്റെ പുത്രൻ ബെറേക്കിയ, ഷല്ലൂമിന്റെ പുത്രൻ എഹിസ്കിയ, ഹദ്ലായുടെ പുത്രൻ അമാസ എന്നീ ചില എഫ്രായിം നേതാക്കന്മാർ യുദ്ധത്തിൽ നിന്നും മടങ്ങി വന്നവർക്കെതിരെ തിരിഞ്ഞു. അവർ അവരോട് പറഞ്ഞു, തടവുകാരെ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരരുത്. കർത്താവിനെതിരെയുള്ള അകൃത്യങ്ങൾ നമ്മുടെ മേൽ ഉണ്ടായിരുന്നിട്ടും നമ്മുടെ പാപങ്ങളും അകൃത്യങ്ങളും വർദ്ധിപ്പിക്കാനാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ തന്നെ നമ്മുടെ അകൃത്യം വലുതാണ്. ഇസ്രായേലിനെതിരെ ഉഗ്രകോപവും ഉണ്ട്. അപ്പോൾ പടയാളികൾ നേതാക്കന്മാരുടെയും സഭ മുഴുവന്റെയും മുൻപാകെ തടവുകാരെയും കൊള്ളവസ്തുക്കളും ഉപേക്ഷിച്ചു. മുകളിൽ പേരെടുത്തു പറഞ്ഞ ആളുകൾ തടവുകാരെ ഏറ്റെടുക്കാൻ മുതിർന്നു. അവർ നഗ്നരായവരെ കൊള്ള മുതലിൽപ്പെട്ട വസ്ത്രമണിയിച്ചു. അവർ അവരെ ഉടുപ്പിച്ച് ചെരുപ്പ് ധരിപ്പിച്ച് എണ്ണ തെച്ചു. അവർക്ക് ഭക്ഷണം നൽകുകയും കുടിക്കാൻ കൊടുക്കുകയും ചെയ്തു. തളർന്നവരെയെല്ലാം അവർ കഴുതകളുടെ പുറത്തു കയറ്റി ഈന്തപ്പനകളുടെ നഗരമായ ജെറീക്കോയിൽ അവരുടെ സഹോദരരുടെ അടുത്തെത്തിച്ചു. അനന്തരം അവർ സമരിയായിലേക്ക് മടങ്ങി. അക്കാലത്ത് തന്നെ ആഹാസ് രാജാവ് അസീറിയ രാജാക്കന്മാരുടെ പക്കൽ തനിക്ക് സഹായം അഭ്യർത്ഥിച്ച് ആളെ അയച്ചു. കാരണം വീണ്ടും എദോമ്യർ വന്ന് യൂദായെ ആക്രമിക്കുകയും തടവുകാരെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. യൂദയായിലെ ഷെഫേലായിലെയും നെഗേമിലെയും നഗരങ്ങളിൽ ഫിലിസ്ത്യരും ആക്രമണം നടത്തി. അവർ ബേത്ത്ഷെമെഷ്, അയ്യാലോൺ, ഗെദറോത്ത് എന്നിവയും സൊക്കോയും അതിന്റെ ഗ്രാമങ്ങളും തിമ്നായും അതിന്റെ ഗ്രാമങ്ങളും ഗിംസോയും അതിന്റെ ഗ്രാമങ്ങളും പിടിച്ചടക്കി. അവർ അവിടെ വാസമുറപ്പിച്ചു.
യൂദാ രാജാവായ ആഹാസ് മൂലവും കർത്താവ് യൂദായെ എളിമപ്പെടുത്തി. കാരണം അവൻ യൂദായിൽ ദുർവൃത്തി വ്യാപിപ്പിക്കാൻ ഇടയാക്കുകയും കർത്താവിനോട് കൂടുതലായി അവിശ്വസ്തത കാട്ടുകയും ചെയ്തു. അസീറിയ രാജാവായ തിൽഗത് പിൽനേസർ അവന്റെ പക്കൽ വന്നു. എന്നാൽ അയാൾ അവനെ ദ്രോഹിക്കുകയല്ലാതെ ശക്തിപ്പെടുത്തിയില്ല. ആഹാസ് കർത്താവിന്റെ ആലയവും രാജകൊട്ടാരവും പ്രഭുമന്ദിരങ്ങളും കൊള്ള ചെയ്ത് അസീറിയ രാജാവിന് നൽകി. എങ്കിലും അത് അവന് സഹായകമായില്ല. തനിക്ക് ദുരിത സമയമായിരുന്നെങ്കിലും അവൻ കർത്താവിനോട് കൂടുതൽ അവിശ്വസ്തനായി. അങ്ങനെയായിരുന്നു ആഹാസ് രാജാവ്. തന്നെ പ്രഹരിച്ച ദമാസ്കസിന്റെ ദേവന്മാർക്ക് അവൻ ബലിയർപ്പിച്ചു. ആരാം രാജാക്കന്മാരുടെ ദേവന്മാർ തന്നെയാണല്ലോ അവരെ സഹായിച്ചത്. അവർ എന്നെ സഹായിക്കേണ്ടതിന് അവർക്ക് ഞാൻ ബലിയർപ്പിക്കുമെന്ന് അവൻ പറഞ്ഞു. എന്നാൽ അവന്റെയും ഇസ്രായേൽ മുഴുവന്റെയും വീഴ്ചയ്ക്ക് അവ കാരണമായി. അവൻ ദേവാലയത്തിലെ ഉപകരണങ്ങൾ ഒരുമിച്ച് കൂട്ടി. ദേവാലയത്തിലെ ഉപകരണങ്ങൾ തകർത്ത് കഷ്ണങ്ങളാക്കി. കർത്താവിന്റെ ആലയത്തിന്റെ വാതിലുകൾ പൂട്ടി. ജെറൂസലേമിന്റെ ഓരോ മൂലയിലും അവൻ തനിക്കായി ബലിപീഠങ്ങൾ സ്ഥാപിച്ചു. അന്യദേവന്മാർക്ക് ധൂപമർപ്പിക്കുന്നതിന് യൂദയായിലെ നഗരങ്ങൾ തോറും അവൻ പൂജാഗിരികൾ നിർമ്മിച്ചു. അങ്ങനെ തന്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അവൻ പ്രകോപിപ്പിച്ചു. അവന്റെ പ്രവർത്തനങ്ങളുടെ ശിഷ്ടഭാഗവും അവന്റെ രീതികൾ ഓരോന്നും ഇതാ ആദ്യാവസാനം യൂദയായിലെയും ഇസ്രായേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഹാസ് തന്റെ പിതാക്കന്മാരോടൊത്ത് ശയിച്ചു. അവനെ അവർ ജെറൂസലേം നഗരത്തിൽ സംസ്കരിച്ചു. എന്നാൽ ഇസ്രായേൽ രാജാക്കന്മാരുടെ കല്ലറയിലേക്ക് കൊണ്ടുപോയില്ല. അവന്റെ സ്ഥാനത്ത് അവന്റെ പുത്രൻ ഹെസേക്കിയ രാജാവായി. 2 ദിനവൃത്താന്തം 29 അധ്യായം. ഭരണം ആരംഭിക്കുമ്പോൾ ഹെസേക്കിയായ്ക്ക് 25 വയസ്സായിരുന്നു. അവർ ജെറൂസലേമിൽ 29 വർഷം ഭരിച്ചു. അവന്റെ അമ്മയുടെ പേര് അബിയ എന്നായിരുന്നു. സക്രിയായുടെ പുത്രിയായിരുന്നു അവൾ. തന്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെയെല്ലാം അവൻ കർത്താവിന്റെ ദൃഷ്ടികളിൽ ശരിയായത് പ്രവർത്തിച്ചു. തന്റെ ഭരണത്തിന്റെ ആദ്യ വർഷം ആദ്യ മാസത്തിൽ അവൻ കർത്താവിന്റെ ആലയത്തിന്റെ വാതിലുകൾ തുറക്കുകയും അവ ബലപ്പെടുത്തുകയും ചെയ്തു. അവൻ പുരോഹിതന്മാരെയും ലേവായരെയും കൊണ്ടുവന്ന് കിഴക്കേ അങ്കണത്തിൽ ഒരുമിച്ച് കൂട്ടി. അവൻ അവരോട് പറഞ്ഞു, ലേവായരെ, എന്നെ ശ്രവിക്കുവിൻ. ഇപ്പോൾ നിങ്ങൾ സ്വയം വിശുദ്ധീകരിക്കുകയും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന്റെ ആലയം വിശുദ്ധീകരിക്കുകയും ചെയ്യുവിൻ. അങ്ങനെ നിങ്ങൾ വിശുദ്ധ സ്ഥലത്തു നിന്ന് മാലിന്യം അകറ്റുവിൻ. എന്തെന്നാൽ നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ ദൃഷ്ടികളിൽ അവിശ്വസ്തരാവുകയും തിന്മ പ്രവർത്തിക്കുകയും അവിടുത്തെ ഉപേക്ഷിക്കുകയും തങ്ങളുടെ മുഖങ്ങൾ കർത്താവിന്റെ വാസസ്ഥലത്തു നിന്ന് തിരിക്കുകയും പുറംതിരിച്ചു കാട്ടുകയും ചെയ്തു. മാത്രമല്ല, അവർ മണ്ഡപത്തിന്റെ വാതിലുകൾ അടയ്ക്കുകയും ദീപങ്ങൾ അണയ്ക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ ദൈവത്തിന് വിശുദ്ധ സ്ഥലത്ത് അവർ ധൂപാർപ്പണം നടത്തുകയോ ഹോമയാഗം അർപ്പിക്കുകയോ ചെയ്തില്ല. ആകയാൽ കർത്താവിന്റെ ക്രോധം യൂദായുടെയും ജെറൂസലേമിന്റെയും മേലുണ്ടായി. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് പോലെ അവിടുന്ന് അവരെ ഭീതിക്കും പരിഭ്രമത്തിനും പരിഹാസത്തിനും വിട്ടുകൊടുത്തിരിക്കുന്നു. ഇതാ, നമ്മുടെ പിതാക്കന്മാർ വാളാൽ നിബദിക്കുകയും അങ്ങനെ നമ്മുടെ പുത്രന്മാരും പുത്രിമാരും നമ്മുടെ ഭാര്യമാരും തടവിലാവുകയും ചെയ്തിരിക്കുന്നു. അവിടുത്തെ ഉഗ്രകോപം നമ്മിൽ നിന്ന് പിന്തിരിയാനായി ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനോട് ഇപ്പോൾ ഒരു ഉടമ്പടി ഉണ്ടാക്കുക എന്നതാണ് എൻ്റെ ഹൃദയാഭിലാഷം. എൻ്റെ മക്കളെ, നിങ്ങൾ ഇപ്പോൾ ഉപേക്ഷ വിചാരിക്കരുത്. അവിടുത്തെ മുമ്പിൽ നിൽക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തുകൊണ്ട് അവിടുത്തെ ശുശ്രൂഷകരും ധൂപാർപ്പകരുമാകാൻ കർത്താവ് നിങ്ങളെയാണല്ലോ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ലേവായർ ഉണർന്നെഴുന്നേറ്റു. കെഹാത്യരിൽ നിന്ന് ആമസായുടെ പുത്രൻ മഹത്തും അസറിയായുടെ പുത്രൻ ജോയേലും, മെറാരിയിൽ നിന്ന് അബ്ദിയുടെ പുത്രൻ കിഷും, യഹല്ലേലിന്റെ പുത്രൻ അസറിയായും, ഗർഷോൻകാരിൽ നിന്ന് സിമ്മായുടെ പുത്രൻ യോവാഹും, യോവാഹിന്റെ പുത്രൻ ഏദനും, എലീസാഫിരിൽ നിന്ന് സിമ്രിയും യെയിയേലും, ആസാഫിരിൽ നിന്ന് സക്കറിയായും മത്താനിയായും, ഹേമാന്യരിൽ നിന്ന് യഹിയേലും ഷിമിയയും, യെദുഥൂന്യരിൽ നിന്ന് ഷെമയായും ഉസിയേലുമായിരുന്നു അവർ. അവർ തങ്ങളുടെ സഹോദരന്മാരെ ഒരുമിച്ച് കൂട്ടി
അവർ സ്വയം വിശുദ്ധീകരിച്ച് കർത്താവിന്റെ അരുളപ്പാടനുസരിച്ച് രാജകൽപ്പന പ്രകാരം കർത്താവിന്റെ ആലയം ശുദ്ധീകരിക്കാൻ വന്നു. കർത്താവിന്റെ ആലയത്തിന്റെ ഉൾഭാഗം വിമലീകരിക്കാൻ പുരോഹിതന്മാർ പ്രവേശിച്ചു. കർത്താവിന്റെ ആലയത്തിൽ കണ്ട എല്ലാ മാലിന്യവും അവർ കർത്താവിന്റെ ആലയാങ്കണത്തിലേക്ക് കൊണ്ടുവന്നു. ലേവായർ അവ എടുത്ത് പുറത്ത് കിദ്രോൺ താഴ്വരയിലേക്ക് കൊണ്ടുപോയി. 1-ാം മാസത്തിലെ 1-ാം ദിവസം അവർ ശുദ്ധീകരണം തുടങ്ങി. ആ മാസത്തിന്റെ 8-ാം ദിവസം അവർ കർത്താവിന്റെ മണ്ഡപത്തിലെത്തി. അങ്ങനെ അവർ 8 ദിവസത്തേക്ക് കർത്താവിന്റെ ആലയം ശുദ്ധീകരിച്ചു. 1-ാം മാസത്തിലെ 16-ാം ദിവസം അവർ അത് പൂർത്തിയാക്കി. അനന്തരം അവർ അകത്ത് ഹെസേക്കിയ രാജാവിന്റെ അടുക്കലേക്ക് ചെന്നു പറഞ്ഞു, കർത്താവിന്റെ ആലയം മുഴുവനും ഹോമയാഗത്തിന്റെ ബലിപീഠവും അതിന്റെ എല്ലാ ഉപകരണങ്ങളും തിരുസാന്നിധ്യ അപ്പത്തിന്റെ മേശയും അതിന്റെ ഉപകരണങ്ങളും ഞങ്ങൾ ശുദ്ധിയാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ആഹാസ് രാജാവ് തന്റെ ഭരണകാലത്ത് അവിശ്വസ്തനായിരുന്നപ്പോൾ ഉപേക്ഷിച്ച എല്ലാ ഉപകരണങ്ങളും ഞങ്ങൾ നന്നാക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാ അവ കർത്താവിന്റെ ബലിപീഠത്തിന് മുൻപിലുണ്ട്. അപ്പോൾ ഹെസേക്കിയ രാജാവ് അതിരാവിലെ എഴുന്നേറ്റ് നഗരത്തിലെ പ്രഭുക്കന്മാരെ വിളിച്ചുകൂട്ടി. അവർ കർത്താവിന്റെ ആലയത്തിലേക്ക് കയറി ചെന്നു. രാജ്യത്തിനും വിശുദ്ധ സ്ഥലത്തിനും യൂദയായ്ക്കും വേണ്ടി പാപയാഗമായി 7 കാളകളെയും 7 മുട്ടാടുകളെയും 7 ചെമ്മരിയാടുകളെയും 7 ആൺകോലാടുകളെയും അവർ കൊണ്ടുവന്നു. കർത്താവിന്റെ ബലിപീഠത്തിൽ അവയെ ഹോമയാഗമാക്കാൻ അവൻ അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരോട് നിർദ്ദേശിച്ചു. അവർ കാളകളെ കൊന്നു. പുരോഹിതന്മാർ രക്തമെടുത്ത് ബലിപീഠത്തിലേക്ക് തൂകി. അവർ മുട്ടാടുകളെ കൊന്ന് രക്തം ബലിപീഠത്തിലേക്ക് തൂകി. അവർ ചെമ്മരിയാടുകളെ കൊന്ന് രക്തം ബലിപീഠത്തിലേക്ക് തൂകി. തുടർന്ന് പാപയാഗത്തിനുള്ള ആൺകോലാടുകളെ അവർ രാജാവിന്റെയും സഭയുടെയും മുൻപിലേക്ക് കൊണ്ടുവന്നു. അവർ അവയുടെ മേൽ തങ്ങളുടെ കൈകൾ വച്ചു. പുരോഹിതന്മാർ അവയെ കൊല്ലുകയും ഇസ്രായേൽ മുഴുവന്റെയും അനുരഞ്ജനത്തിനായി അവയുടെ രക്തം ബലിപീഠത്തിൽ പാപയാഗമായി അർപ്പിക്കുകയും ചെയ്തു. കാരണം ഇസ്രായേൽ മുഴുവനും വേണ്ടി ഹോമയാഗവും പാപയാഗവും അർപ്പിക്കണമെന്ന് രാജാവ് കൽപ്പിച്ചിരുന്നു. ദാവീദിന്റെയും രാജാവിന്റെ ദീർഘദർശിയായ ഗാദിന്റെയും പ്രവാചകനായ നാഥാന്റെയും കൽപ്പന പ്രകാരം ഇലത്താളങ്ങൾ, വീണകൾ, കിന്നരങ്ങൾ എന്നിവയുമായി ലേവായരെ അവൻ കർത്താവിന്റെ ആലയത്തിൽ നിർത്തി. എന്തെന്നാൽ അവിടുത്തെ പ്രവാചകന്മാരിലൂടെ ആയിരുന്നു കർത്താവിന്റെ കൽപ്പന ലഭിച്ചിരുന്നത്. ദാവീദിന്റെ സംഗീതോപകരണങ്ങളുമായി ലേവായരും കാഹളങ്ങളുമായി പുരോഹിതന്മാരും നിന്നു. ബലിപീഠത്തിൽ ഹോമയാഗം അർപ്പിക്കാൻ ഹെസേക്കിയ നിർദ്ദേശിച്ചു. ഹോമയാഗാർപ്പണം ആരംഭിച്ച നേരത്ത് തന്നെ കാഹളങ്ങളോടും ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ വാദ്യോപകരണങ്ങളോടും കൂടെ കർത്താവിന്റെ ഗാനവും ആരംഭിച്ചു. സഭ മുഴുവനും ആരാധിച്ചു. ഗീതം ആലപിക്കപ്പെട്ടു. കാഹളക്കാർ കാഹളമൂതി. ഹോമയാഗം അവസാനിക്കുന്നതുവരെ ഇവയെല്ലാം തുടർന്നു. ഹോമയാഗാർപ്പണം സമാപിച്ചപ്പോൾ രാജാവും അവന്റെ കൂടെ ഉണ്ടായിരുന്നവരുമെല്ലാം കുമ്പിട്ട് ആരാധിച്ചു. മാത്രമല്ല, ദാവീദ് രാജാവിന്റെയും ആസാഫ് ദീർഘദർശിയുടെയും വാക്കുകളിൽ കർത്താവിന് സ്തോത്രം ആലപിക്കാൻ ഹെസേക്കിയ രാജാവും പ്രഭുക്കന്മാരും ലേവായരോട് നിർദ്ദേശിക്കുകയും ചെയ്തു. അവർ ഏറെ സന്തോഷപൂർവ്വം സ്തോത്രം ആലപിച്ചു. അവർ ശിരസ് നമിക്കുകയും ആരാധിക്കുകയും ചെയ്തു. അപ്പോൾ ഹെസേക്കിയ പ്രത്യുത്തരിച്ചു പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ കർത്താവിനായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ കർത്താവിന്റെ ആലയത്തിന്റെ അടുത്തേക്ക് ബലികളും കൃതജ്ഞതാ കാഴ്ചകളും കൊണ്ടുവരുവിൻ. അങ്ങനെ സമൂഹം ബലികളും കൃതജ്ഞതാ കാഴ്ചകളും സന്മനസ്സുള്ളവരെല്ലാം ഹോമയാഗങ്ങളും കൊണ്ടുവന്നു. ഹോമയാഗത്തിനായി സമൂഹം കൊണ്ടുവന്നവയുടെ കണക്ക് 70 കാളകൾ, 100 മുട്ടാടുകൾ, 200 ചെമ്മരിയാടുകൾ എന്നിങ്ങനെയായിരുന്നു. ഇവയെല്ലാം കർത്താവിനുള്ള ഹോമയാഗത്തിന് വേണ്ടിയായിരുന്നു. സമർപ്പിത വസ്തുക്കൾ 600 കാളകളും 3000 ആടുകളുമായിരുന്നു. പക്ഷേ പുരോഹിതന്മാർ കുറവായിരുന്നു. അതുകൊണ്ട് ഹോമയാഗത്തിനുള്ളവരുടെ എല്ലാം തോലുരിഞ്ഞ് ഒരുക്കുന്നതിന് അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ആകയാൽ ജോലി തീരുന്നതുവരെയും പുരോഹിതന്മാർ സ്വയം വിശുദ്ധീകരിക്കുന്നതുവരെയും അവരുടെ സഹോദരന്മാരായ ലേവായർ അവരെ സഹായിച്ചു.
എന്തെന്നാൽ സ്വയം വിശുദ്ധീകരിക്കുന്നതിൽ പുരോഹിതന്മാരെക്കാൾ ഹൃദയപരമാർത്ഥരായിരുന്നു ലേവായർ. ഹോമയാഗ ബാഹുല്യത്തോടൊപ്പം സമാധാന ബലികളുടെ കൊഴുപ്പും ഹോമയാഗത്തിനുള്ള പാനീയ നൈവേദ്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ കർത്താവിന്റെ ആലയത്തിലെ ശുശ്രൂഷ ഒരുക്കപ്പെട്ടു. ജനത്തിനു വേണ്ടി ദൈവം ഒരുക്കിയതിനെ കുറിച്ച് ഹെസേക്കിയായും ജനം മുഴുവനും ആഹ്ലാദിച്ചു. കാരണം ഇക്കാര്യം വേഗത്തിലാണ് നടന്നത്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 62-ാം അധ്യായം. സിയോന്റെ നീതി പകലൊളി പോലെ പുറപ്പെടുന്നതുവരെയും ജെറൂസലേമിന്റെ രക്ഷ പന്തം പോലെ ജ്വലിക്കുന്നതുവരെയും അവളെ പ്രതി ഞാൻ ശാന്തനായിരിക്കുകയില്ല, അവളെ പ്രതി ഞാൻ നിശബ്ദനായിരിക്കുകയില്ല. ജനതകൾ നിന്റെ നീതിയും രാജാക്കന്മാരെല്ലാം നിന്റെ മഹത്വവും ദർശിക്കും. കർത്താവിന്റെ അധരം വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും. കർത്താവിന്റെ കയ്യിൽ നീ മഹിമയുടെ ഒരു കിരീടമായിരിക്കും, നിന്റെ ദൈവത്തിന്റെ ഉള്ളം കയ്യിൽ ഒരു രാജകീയ മകുടവും. പരിത്യക്ത എന്നു നീ ഇനി വിളിക്കപ്പെടുകയില്ല, വ്യർത്ഥത എന്നു നിന്റെ ദേശം ഇനി അറിയപ്പെടുകയില്ല. മറിച്ച് അവളിലാണ് എന്റെ സന്തോഷമെന്ന് നീയും വിവാഹിത എന്നു നിന്റെ ദേശവും വിളിക്കപ്പെടും. എന്തെന്നാൽ കർത്താവ് നിന്നിൽ ആനന്ദം കൊള്ളുന്നു, നിന്റെ ദേശം ഭർതൃമതിയാകും. യുവാവ് കന്യകയെ വരിക്കുന്നത് പോലെ നിന്റെ മക്കൾ നിന്നെ സ്വീകരിക്കും. മണവാട്ടിയെ പ്രതിയുള്ള മണവാളന്റെ സന്തോഷം പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. ജെറൂസലേമേ, നിന്റെ മതിലുകളിൽ ഞാൻ കാവൽക്കാരെ നിർത്തിക്കഴിഞ്ഞു. ദിനരാത്ര ഭേദമന്യേ ഒരിക്കലും അവർ നിശബ്ദരായിരിക്കുകയില്ല. കർത്താവിനെ അനുസ്മരിപ്പിക്കുന്നവരെ നിങ്ങൾക്ക് വിശ്രമം ഉണ്ടാകാതിരിക്കട്ടെ. ജെറൂസലേമിനെ സ്ഥാപിക്കുന്നതുവരെയും അവളെ ഭൂമിയിൽ പ്രശംസാപാത്രമാക്കുന്നതുവരെയും അവിടത്തേക്ക് നിങ്ങൾ വിശ്രമം നൽകുകയുമരുത്. തന്റെ വലത്തുകൈയാൽ ബലിഷ്ഠമായ ഭുജത്താൽ കർത്താവ് സത്യം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ ധാന്യം നിന്റെ ശത്രുക്കൾക്ക് ഭക്ഷണമായി ഞാൻ നൽകുകയില്ല. നീ അധ്വാനിച്ചുണ്ടാക്കിയ വീഞ്ഞ് വിദേശികൾ കുടിക്കുകയുമില്ല. മറിച്ച് സംഭരിക്കുന്നവർ തന്നെ അത് ഭക്ഷിച്ച് കർത്താവിനെ സ്തുതിക്കും. ശേഖരിക്കുന്നവർ തന്നെ അത് എന്റെ വിശുദ്ധ അങ്കണത്തിൽ വെച്ച് പാനം ചെയ്യും. കടന്നു പോകുവിൻ, കവാടത്തിലൂടെ കടന്നു പോകുവിൻ, ജനത്തിന് വഴിയൊരുക്കുവിൻ. പണിയുവിൻ, കല്ലുകൾ നീക്കി രാജപാത പണിയുവിൻ. ജനങ്ങൾക്കായി ഒരടയാളം ഉയർത്തുവിൻ. ഇതാ, ഭൂമിയുടെ അതിർത്തി വരെ കർത്താവ് പ്രഘോഷിച്ചിരിക്കുന്നു. സിയോൻ പുത്രിയോട് പറയുവിൻ, ഇതാ നിന്റെ രക്ഷ സമാഗതമാകുന്നു. ഇതാ അവിടുത്തെ പ്രതിഫലം അവിടുത്തോടു കൂടെ, സമ്മാനം അവിടുത്തെ മുൻപിലും. കർത്താവിന്റെ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധ ജനമെന്ന് അവർ അവരെ വിളിക്കും. നീയാകട്ടെ അന്വേഷിക്കപ്പെടുന്നവൾ, അപരിത്യക്ത നഗരം എന്ന് വിളിക്കപ്പെടും. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 32 മുതൽ 43 വരെയുള്ള തിരുവചനങ്ങൾ. പത്രോസ് ചുറ്റി സഞ്ചരിക്കുന്നതിനിടെ ലിദ്ദായിൽ വസിക്കുന്ന വിശുദ്ധരുടെ അടുത്തെത്തി. അവിടെ ഐനയാസ് എന്നൊരു മനുഷ്യനെ അവൻ കണ്ടു. അവൻ 8 വർഷമായി തളർവാദം പിടിപെട്ട് ശയ്യയിലായിരുന്നു. പത്രോസ് അവനോട് പറഞ്ഞു, ഐനയാസേ, യേശുക്രിസ്തു നിന്നെ സുഖപ്പെടുത്തുന്നു. എഴുന്നേറ്റ് സ്വയം നിന്റെ കിടക്ക ഒരുക്കുക. ഉടൻ തന്നെ അവൻ എഴുന്നേറ്റു. ലിദ്ദായിലെയും സാറോണിലെയും സകല നിവാസികളും അവനെ കണ്ടു. അവർ കർത്താവിലേക്ക് തിരിഞ്ഞു. യോപ്പായിൽ തബീത്ത എന്നു പേരുള്ള ഒരു ശിഷ്യയുണ്ടായിരുന്നു. ഈ പേരിന് മാൻപേട എന്നാണ് അർത്ഥം. അവൾ ധാരാളം സൽകൃത്യങ്ങളും ദാനധർമ്മങ്ങളും ചെയ്തു പോന്നു. ആയിടെ അവൾ രോഗം പിടിപെട്ട് മരിച്ചു. അവർ അവളെ കുളിപ്പിച്ച് മുകളിലത്തെ നിലയിൽ കിടത്തി. ലിദ്ദ യോപ്പായുടെ സമീപത്താണ്. പത്രോസ് അവിടെയുണ്ടെന്ന് കേട്ട് ശിഷ്യർ 2 പേരെ അയച്ച് ഒട്ടും വൈകാതെ തങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് അഭ്യർത്ഥിച്ചു. പത്രോസ് എഴുന്നേറ്റ് അവരോടൊപ്പം പോയി. സ്ഥലത്തെത്തിയപ്പോൾ മുകളിലത്തെ നിലയിലേക്ക് അവനെ അവർ ആനയിച്ചു. വിധവകൾ എല്ലാവരും വിലപിച്ചും അവരോടൊപ്പമായിരുന്നപ്പോൾ ദോർക്കോസ് നിർമ്മിച്ച വസ്ത്രങ്ങളും മേലങ്കികളും കാണിച്ചും അവന് ചുറ്റും നിന്നു. പത്രോസ് എല്ലാവരെയും പുറത്താക്കിയ ശേഷം മുട്ടിൽ വീണ് പ്രാർത്ഥിച്ചു. പിന്നീട് മൃതശരീരത്തിന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു, തബീഥ, എഴുന്നേൽക്കൂ. അവൾ കണ്ണു തുറന്നു. പത്രോസിനെ കണ്ടപ്പോൾ അവൾ എഴുന്നേറ്റിരുന്നു. അവൻ കൈകൊടുത്ത് അവളെ എഴുന്നേൽപ്പിച്ചു. പിന്നീട് വിശുദ്ധരെയും വിധവകളെയും വിളിച്ച് അവളെ ജീവിക്കുന്നവളായി ഏൽപ്പിച്ചു കൊടുത്തു.
സംഭവം യോപ്പ മുഴുവനിലും പരസ്യമായി. അനേകർ കർത്താവിൽ വിശ്വസിച്ചു. അവൻ തുകൽപ്പണിക്കാരനായ ഒരു ശിമയോന്റെ കൂടെ യോപ്പായിൽ കുറെ നാൾ താമസിച്ചു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം